എല്ലാവർക്കും നമസ്കാരം. മെക്സ് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. T20 വേൾഡ് കപ്പിലെ ചാമ്പ്യന്മാരായ ടീം ഇന്ത്യ ഇന്ന് നാട്ടിൽ തിരിച്ചെത്തുകയാണ്. നമുക്കറിയാം, ചില സാങ്കേതിക തടസ്സങ്ങൾ മൂലം ബാർബഡോസിൽ കുടുങ്ങിയ ഇന്ത്യൻ സംഘം ഇന്നലെ രാത്രി അവിടെ നിന്ന് ഫ്ലൈറ്റ് കയറിയിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് രാവിലെയോടുകൂടി നാട്ടിലെത്തുന്ന ഇന്ത്യൻ ടീമിന് ഉജ്ജ്വല വരവേൽപ്പാണ് രാജ്യം ഒന്നടങ്കം കൊടുക്കാൻ പോകുന്നത്. നമുക്കറിയാം, വൈകിട്ട് ഇന്ന് മുംബൈയിൽ ഓപ്പൺ ബസ്സിൽ വിക്ടറി പരേഡൊക്കെ ഇന്ത്യൻ സംഘം നടത്തുന്നുണ്ട്. സോ അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും കംപ്ലീറ്റ് ഷെഡ്യൂളുമാണ് ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. സോ വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ 17 വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം 2007 ശേഷം 2024 T20 വേൾഡ് കപ്പ് ചാമ്പ്യന്മാരായ ടീം ഇന്ത്യ അങ്ങനെ തിരികെ നാട്ടിലേക്ക് എത്തുകയാണ്. നമുക്കറിയാം, ശക്തമായ ചുഴലിക്കാറ്റ് മൂലം 2-3 ദിവസങ്ങൾക്ക് മുൻപേ പുറപ്പെടേണ്ട ഇന്ത്യൻ സംഘത്തിൻ്റെ യാത്ര മുടങ്ങിയിട്ടുണ്ടായിരുന്നു. സോ ഇന്നലെ രാത്രിയോട് കൂടി ബാർബഡോസിൽ നിന്ന് ഫ്ലൈറ്റ് കയറി ഇന്ത്യ ഇന്ന് രാവിലെ തിരിച്ച് ഡൽഹി വിമാനത്താവളത്തിൽ പറന്നിറങ്ങും. സോ ഡൽഹിയിൽ വിമാനമിറങ്ങുന്ന ഇന്ത്യൻ സംഘത്തിന് ഉജ്ജ്വല വരവേൽപ്പ് തന്നെയാണ് രാജ്യം ഒന്നടങ്കം ഇന്ന് കൊടുക്കാൻ പോകുന്നത്. അതിലൊന്നാമത്തെ നമുക്കറിയാം, ഡൽഹിയിൽ വിമാനമിറങ്ങുന്ന ഇന്ത്യൻ സംഘം അവിടെ നിന്ന് നേരെ പോകുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണാനായിരിക്കും. അവിടെ അദ്ദേഹത്തിനൊപ്പം പ്രഭാത ഭക്ഷണം കഴിച്ചായിരിക്കും ടീം ഇന്ത്യ തിരികെ തങ്ങളുടെ വിജയ ആഘോഷത്തിലേക്ക് മടങ്ങിയെത്തുന്നത്. നമുക്കറിയാം, ഇന്ന് വിക്ടറി പരേഡൊക്കെ ഇന്ത്യൻ സംഘം നടത്തുന്നുണ്ട്. 2007 MS ധോണിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ T20 വേൾഡ് കപ്പിൽ ആദ്യമായി മുത്തമിട്ട ശേഷം നമുക്കറിയാം രാജ്യം ഒന്നടങ്കം വിക്ടറി പരേഡൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ട് രോഹിത് ശർമ്മയുടെ സംഘം ഇന്ന് വിക്ടറി പരേഡ് മുംബൈയിൽ നടത്തുന്നുണ്ട്. ഡൽഹിയിലെ പ്രൈം മിനിസ്റ്ററുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം 2 മണിയോടുകൂടി ഡൽഹി എയർപോർട്ടിൽ നിന്നും തിരിച്ച് മുംബൈയിലേക്ക് ഇന്ത്യൻ സംഘം വിമാനം വഴി യാത്ര തിരിക്കും. അതിനുശേഷം 4 മണിക്ക് മുംബൈയിൽ ലാൻഡ് ചെയ്യുന്ന ഇന്ത്യൻ സംഘം ടീം ബസ്സിൽ വോൾവോ ബസ്സുകളിൽ അവിടെ നിന്നും തങ്ങളുടെ NCPയിലേക്കും പോകുന്നതായിരിക്കും. അവിടെ 5 മണിയോടുകൂടി NCPയിൽ എത്തുന്ന ടീം ഇന്ത്യ അവിടെ നിന്ന് ഓപ്പൺ ബസ്സിൽ, അതായത് വിക്ടറി പരേഡിനുള്ള ഓപ്പൺ ബസ്സിൽ ബോർഡ് ചെയ്യപ്പെടും. 5 മണി മുതൽ 7 മണി വരെ മുംബൈ നഗരത്തിലൂടെ ആയിരിക്കും ഓപ്പൺ ബസ് പരേഡ് പോകാൻ പോകുന്നത്. അതിനുശേഷം 7 മണി മുതൽ 7:30 വരെ നമുക്കറിയാം മുംബൈയിലെ വാങ്കഡ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ ടീമിന് ഉജ്ജ്വല വരവേൽപ്പ് നൽകുന്നുണ്ട്. T20 വേൾഡ് കപ്പ് ജേതാക്കളായ ടീം ഇന്ത്യക്ക് BCCI സെക്രട്ടറി ജയ്ഷാ 125 കോടി പാരിതോഷികം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ മുംബൈയിലെ വാങ്കഡ സ്റ്റേഡിയത്തിൽ 7 മണി മുതൽ 7:30 വരെ നടക്കാൻ പോകുന്ന ആഘോഷ രാവിലെ ആയിരിക്കും നൽകപ്പെടാൻ പോകുന്നത്. സോ ഇതാണ് ചാമ്പ്യന്മാരായി വരുന്ന ടീം ഇന്ത്യക്ക് ഇന്ന് രാജ്യം നൽകുന്ന പ്രധാനപ്പെട്ട ആഘോഷങ്ങൾ. ആദ്യം പ്രൈം മിനിസ്റ്ററുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നേരെ മുംബൈയിലേക്ക് ഇന്ത്യൻ ടീം യാത്ര തിരിക്കും. അവിടെ നിന്നും വോൾവോ ബസ്സുകളിൽ NCPയിലേക്ക് പോകുന്ന ടീം അവിടെ നിന്ന് വിക്ടറി പരേഡിനുള്ള ഓപ്പൺ ബസ്സിൽ 5 മണി മുതൽ വൈകുന്നേരം 7 മണി വരെ മുംബൈയിലെ വിവിധ നഗരങ്ങളിൽ വിക്ടറി പരേഡ് നടത്തും. അതിനുശേഷം 7 മണി മുതലായിരിക്കും വാങ്കഡ സ്റ്റേഡിയത്തിലുള്ള ഇന്ത്യൻ ടീമിൻ്റെ വിന്നിംഗ് സെറമണി ഫംഗ്ഷൻ നടക്കാൻ പോകുന്നത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.